നിങ്ങളെപ്പോലുള്ളവരെ പേടിച്ച് അവർ ആ പണി നിർത്തി സാറേ. വണ്ടി നിർത്ത് നിർത്ത് നിർത്ത്. നിനക്ക് ചാരായം കുടിക്കാൻ എന്റെ പൊന്നു സാറേ, സാറിനില്ല അമ്മയും പെങ്ങന്മാരെ, എന്നെ ഒന്ന് രക്ഷിക്കും സാറേ. അയ്യോ, എവിടുന്നോ വന്നൊരു അലവലാതി എന്റെ ഭർത്താവിനെ തല്ലി കൊല്ലുന്ന നാട്ടുകാരെ ഓടിവായോ. നോക്കിക്കാൻ അവനോട് രണ്ട് കൊടുക്കും മനുഷ്യ. എനിക്ക് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാൻ സമയമായി. ഇപ്പൊ തന്നെ മണി 10 കഴിഞ്ഞ്. ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊക്കെ പെണ്ണുങ്ങൾ കാരണം ശരിയാണ്. ഒന്ന് മാറിക്കണേ. ഓടിക്കേറി എങ്ങോട്ടായി പോകുന്നത്? സെക്യൂരിറ്റിയുടെ പണി ചെയ്താൽ മതി. ഞാൻ ആ ജോലി തന്നെയാ ചെയ്യുന്നത്. ഇങ്ങോട്ട് മാറിക്കേ. ദുഃഖിക്കേണ്ടി വരും. ആ, ഞാൻ എന്താ പ്രശ്നം? വെറുതെ കാലത്തെ വന്ന മനുഷ്യന് മേലെ മെക്കിട്ട് കയറിയാണ്. നമ്മൾ ആരാ? ഐ എം സുധീർ. മിസ്റ്റർ സുധീറിന് എന്ത് വേണം? എനിക്ക് MD ഒന്ന് കാണണം. MD കാണാമെന്ന സെക്യൂരിറ്റിയുടെ പിയൂന്റെ അടുത്ത് മെക്കിട്ട് കയറലാണോ? അല്ലല്ലേ, അവിടെ ചെല്ലൂ. അവിടെ മെക്കിട്ട് കയറല്ലേ? അവിടെ മെക്കിട്ട് കയറാനല്ല, അവിടെ തന്നെ എൻക്വയറി ചെയ്യൂ. ശരി, ഓക്കെ. അങ്ങോട്ട് ചെല്ലടൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എനിക്ക് MD ഒന്ന് കാണണം. ഐ എം സുധീർ ഫ്രം പട്ടാമ്പി. സുധീരൻ വന്നിട്ടുണ്ട്. അയ്യോ, സുധീരനല്ല, സുധീരൻ എന്ന് പറയുമ്പോ MLA ആണോ മന്ത്രിയാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. താങ്ക് യു മാഡം. ഈ വേറെ ഞാൻ ഒരിക്കലും മറക്കില്ല, സത്യമായിട്ട് മറക്കില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ബൈ ദ ബൈ, യുവർ ഗുഡ് നെയിം പ്ലീസ്. പേര് നാളൊക്കെ എന്തിനാ അറിയുന്നേ? അല്ല, ഇവിടെ പുതുതായി ജോയിൻ ചെയ്യുന്ന സ്ഥിതിക്ക് പേരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. വേണ്ട, പിന്നീട് പറയേണ്ടി വരും. ഓക്കെ. ഇവനൊരു മെക്കിട്ട് കയറലിന്റെ ആളാണെന്ന് തോന്നുന്നല്ലോ. ആയിക്കോട്ടെ, നമ്മൾ കസ്റ്റമേഴ്സിനോട് മയത്തിൽ പെരുമാറിയ ഒരു കുഴപ്പമില്ല. അയ്യോ, എന്റെ ബാഗ് ഒന്ന് സൂക്ഷിച്ചോണേ. അത് ശരിയാ, ഇതുപോലെ മയത്തിൽ പെരുമാറിയ ഒരു കുഴപ്പവും ഇല്ല. പപ്പേട്ട, അയാൾക്ക് ചെറുതായിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറയാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് ജോലിയൊന്നും കിട്ടാതെ തെണ്ടിത്തിരി നടക്കുമ്പോ ആർക്കാ വട്ടുപിടിക്കാത്ത? ഓ, ഇനി ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാ അയാളുടെ ലാത്തിയടി സഹിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ പേടിയാവുന്നു. അതിന് പേടിക്കണ്ട, അതിന് ഞാൻ വിടില്ലേ. ഗുഡ് മോർണിംഗ്. ഇന്നലെ എത്തിയതേ ഉള്ളൂ. അതെ, നാളെ ബോംബെക്ക് തിരിക്കും. നോ മോർ എക്സ്ക്യൂസസ്. 12ന് മുമ്പായി എനിക്ക് കിട്ടണം. അഡ്വാൻസ് DD 1 മാസം മുമ്പ് തന്നതല്ലേ? ഇത്തരത്തിലാണെങ്കിൽ ഫർദർ ബിസിനസ് ഡീലിംഗ്സിനെ കുറിച്ച് എനിക്ക് ആലോചിക്കേണ്ടി വരും. വേണ്ട, ഇനി വിളിക്കണമെന്നില്ല. വിത്തിൻ 15 days we have to get the consignment. Okay? ഗുഡ് മോർണിംഗ് സർ. Yes, morning. ഐ എം സുധീർ. പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാ. What's the time now? 11:30. 11:30. കറക്റ്റ്. നിങ്ങളെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ടൈം കീപ്പറായിട്ടാണ്. ടൈം കീപ്പറുടെ ജോലി എന്താണെന്ന് അറിയാമോ? ടൈം കീപ്പ് ചെയ്യുക. ഇത്രയും ഇറസ്പോൺസിബിളും അൺപഞ്ചലുമായ ഒരാളെ ഇവിടെ ജോലിക്ക് ആവശ്യമില്ല. അയ്യോ, അങ്ങനെ പറയരുത് സർ. കൃത്യം 10 മണിക്ക് തന്നെ ജോയിൻ ചെയ്യണമെന്ന് സാറ് പറഞ്ഞതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവനും ഉണ്ടായത്. ഓഹോ, അപ്പൊ എന്റെ മിസ്റ്റേക്ക് ആണല്ലോ? അതെ സർ. അല്ല സർ, ഞാനൊരു സ്ത്രീ വിഷയത്തിൽ പെട്ടുപോയതാണ് സർ. വാട്ട്? ഒരു പാവപ്പെട്ട സ്ത്രീയെ സ്വന്തം ഭർത്താവിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ അവർ കാലുമാറിയത് കാരണം സമയനഷ്ടവും മാനനഷ്ടവും സംഭവിച്ച എനിക്ക് ഒരു ജോലി നഷ്ടം കൂടി വരുത്തരുത് സർ. എനിക്ക് തന്റെ വാചകമൊന്നും കേൾക്കണ്ട. ജോയിൻ ചെയ്യാൻ വന്ന ദിവസം തന്നെ ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ നോ, നിങ്ങളെ പോലെ ഒരാളെ ഇവിടെ ആവശ്യമില്ല. യു ക്യാൻ ഗോ. സർ പ്ലീസ്. പോണം മിസ്റ്റർ. പറഞ്ഞത് കേട്ടില്ലേ? മഹേന്ദ്രൻ കമ്പനിക്കുള്ള ഫാക്സ് മെസ്സേജ് അയച്ചോ? എനിക്ക് നാളത്തേക്ക് ബോംബെക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. സാറിന്റെ മനസ്സ് മാറിയോ സർ? എന്താണോ പോവാണോ? അല്ല, പേരൊന്നും അറിയണ്ടേ? പുതുതായി ജോയിൻ ചെയ്യാൻ വരുമ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ലല്ലോ. പാവം, കണ്ടാൽ നല്ല ഫിഗർ അല്ലേ?
നടോ ഇതാ ബാഗ്. E55979. ഹംസയാണോ? അതെ, ഹംസയാണ്. ആരാ? ആ, ഞാനടാ സുധീർ. ആര്? സുദേവനോ? അല്ലടാ സുധീർ. ആഹാ, സുഗ്രീവൻ. ഏത് സുഗ്രീവൻ? നിന്റെ എടാ സുഗ്രീവനല്ല, സുധീർ. സുധീർ. നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്താ നിന്റെ ചെവിക്ക് എന്തെങ്കിലും തകരാറ് പറ്റിയോ? ചെവിക്ക് ഒരു തകരാറുമില്ല. അല്ല, തകരാറ് പറ്റി. എനിക്കൊന്നും കേട്ടൂടാ. എടാ ഹംസേ. ഓ, ഹംസ ഇല്ല. ഞാനിന്ന് ലീവില. നാളെ വിളിച്ചു നോക്ക്. ചിലപ്പം നാളെ ലീവിലായിരിക്കും. രക്ഷപ്പെട്ടു. ആരാ സാറേ ഫോണില്? CM. അതാരാ സാറേ? മന്ത്രി വല്ലോ ആണോ? അല്ല, ചീഫ് മിനിസ്റ്റർ. അതെയോ? ആ. സാർ അങ്ങേരുമായിട്ട് അത്ര അടുപ്പത്തിലാണോ? പിന്നെ ഞങ്ങള് തമ്മില് അങ്ങേര് കാല് ശരിയാകാൻ വേണ്ടി സ്വിമ്മിംഗ് പൂൾ കെട്ടി നീന്തുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? നീന്തല് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ കൂടെ നീന്താൻ ഒരാളെ വേണോന്ന്. എന്താ പോകുന്നു? എടോ, തന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ആവശ്യമില്ലാത്ത ഫോൺ കോളൊന്നും എനിക്ക് തരരുതെന്ന്. ആവശ്യമുള്ളതാണെന്ന് അയാൾ പറഞ്ഞതുകൊണ്ടാ സാർ എന്തിനാ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത്. ഇത്തിരി ചിക്കൻ കിട്ടുന്നേ കിട്ടട്ടെ എന്ന് കരുതിയിട്ടാ. എടോ, വിളിച്ചതൊരു ക്രിമിനലാണ്. ഓ, കൊലപ്പുള്ളിയാണെന്ന്. ആ, ഈ ജയിലി ആടിയൊക്കെ വരുമ്പോഴുള്ള കാര്യം. ഹംസേ. എന്തോ സ്ഥലം മാറ്റ്. നീ വരുന്ന വഴിയാണോ? ആ. ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് മനസമാധാനമായിട്ട് എങ്ങനെ കഴിയുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഞാനും അങ്ങനെയാടാ. അത് കാരണം ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ട് ഓടി അതെ വരുമായിരുന്നു. അതെ, ആ. നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അതെയോ? എടാ ഞാനൊരു ജോലിക്ക് വേണ്ടി വന്നതാ. എന്നിട്ട് ജോലി കിട്ടി ഓ, ഇല്ല. ഫു, അതൊരു പുതിയ സംഭവമല്ലല്ലോ. എടാ, നിന്നോടൊക്കെ എത്ര നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ ഇനി അടിക്കടി നിന്നെ വന്ന് ശല്യം ചെയ്യുന്നത് നിർത്താൻ പോവാ. ഓ, അത് നന്നായി. ജോലി കിട്ടിയിട്ട് ഞാൻ ഇനി നിന്റെ അടുത്ത് പോകുന്നുള്ളൂ. എടാ, നിന്റെ ഈ സ്വഭാവത്തിന് ഈ ജന്മത്തിൽ ജോലി കിട്ടുമെന്ന് നീ നോക്കണ്ട. നിന്റെ കരുനാക്കെടുത്തൊന്നും പറയാതെ. കരുനാക്കി ഇല്ലാത്തോണ്ടല്ലേ പറയുന്നത്. എടാ, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് നിന്നിട്ടുണ്ട്. 8-ാം തീയതി 9 മണിക്ക് എല്ലാം പറഞ്ഞ 9-ാം തീയതി 8 മണിക്കല്ലോ. ഇത് നിന്റെ എത്രാമത്തെ ഇന്റർവ്യൂ? കഴിഞ്ഞത് 56. അപ്പൊ ഇത് 57 അല്ലേ? അതുവരെ എവിടെയില്ല. ഇല്ല 57. ഓഹോ, ഗോൾഡൻ ജൂബിലിയും കഴിഞ്ഞു. പക്ഷേ 57 എന്നെ സെലക്ട് ചെയ്തല്ലോ. എന്നിട്ട് എവിടെ? എടാ, ഇനിയെങ്കിലും സമയത്തിന്റെ വിലയൊന്ന് മനസ്സിലായി. നിർത്തടാ. ഞാൻ ജോലി കിട്ടാത്ത മനപ്രയാസത്തിലാ. നീയും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഞാൻ എന്റെ പാട്ടിന് പോകും. എടാ, നീ പോകാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനിയെങ്കിലും നിന്റെ ഈ ഉഴപ്പ് സ്വഭാവമൊക്കെ മാറ്റി സ്വല്പം കൂടെ സീരിയസ് ആകും. ജോലി കിട്ടാതെ ഞാനിനി നാട്ടിലേക്കില്ല. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടും ജോലി കിട്ടിയില്ല എന്ന് അച്ഛൻ അറിഞ്ഞാ. നീ ഒന്ന് സമാധാനപ്പെട്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയ സ്ഥിതിക്ക് ഉടനെ വേറൊരാളെ നിയമിക്കാൻ സാധ്യതയില്ല. ഏതായാലും നീ ആ വാതിൽ ഒന്നുകൂടി മുട്ടി നോക്കും. ചിലപ്പോ അയാളുടെ മനസ്സലിഞ്ഞാലും. ഓ, ആരാണ് ഈ സമയത്ത് അടിച്ചു പൊളിക്കുന്നത്? ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ നാശങ്ങള്. എന്താ? എടാ, പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വാതിൽ തുറന്നാലേ ഞാൻ ആരാടാ? ആരാണെന്നാ ചോദിച്ചത്. ആരാണാവോ? ഞാൻ പറഞ്ഞില്ല വാതിൽ തുറക്കാൻ. പിന്നെ നീ എപ്പോഴും എന്തിനാ ഇതിൽ കൂടെ കിണികിണിന്ന് അടിക്കുന്നത്? എന്താ ഈ നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എടാ, ഈ ആഴ്ചയിൽ ഒരു ദിവസം നീ ജോലി ചെയ്തിട്ടുണ്ടോ? എന്റെ പൊന്നു കല്യാണിയമ്മേ, ഞാൻ ജോലിക്ക് വരാൻ ഇറങ്ങുമ്പോഴാ ശാന്തമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം. തെഞ്ഞിട്ട് നോക്കിയേ, ശാന്തമ്മയുടെ വയറ് നിമിഷത്തിന് നിമിഷം ബും ബും ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കുക. ശാന്തമ്മ എന്നെ നോക്കുന്നു, ഞാൻ ശാന്തമ്മയെ നോക്കുന്നു. വയറിങ്ങനെ വീർത്തുകൊണ്ടിരിക്കുന്നു. അവസാനം ഡാക്ടർ നോക്കി. അപ്പോഴാ കാര്യം മനസ്സിലായത്. എന്ത്? ഞാനൊരു അച്ഛനാകാൻ പോകുന്നെന്ന്. ആ സന്തോഷ വാർത്ത ആദ്യമായിട്ട് കല്യാണിയമ്മയെ തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ കടിഞ്ഞൂൽ പ്രസവല്ലേ സന്തോഷ വാർത്ത അറിയിക്കാൻ? എടാ കള്ള, നിന്റെ ഭാര്യയുടെ പ്രസവം നിർത്തിയ വിവരം നീ എടാ എന്നോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, വേറെ ആരെങ്കിലും പറഞ്ഞു കാണും. ഓ, ഭയങ്കര വിശപ്പ്. കഴിക്കാൻ എന്തെങ്കിലും കാണുമായിരിക്കും അല്ലേ? ഞാൻ തന്നെ പോയി നോക്കിയിട്ട് വരാം. ചെല്ലി ചെല്ല്. കുടല് കരിഞ്ഞു. പ്രകാശനും കൊണ്ട് വരട്ടെ. ഇന്ന് നിന്റെ ചീട്ട് ഞാൻ കീറിക്കും. നല്ല പാർട്ടിയാ. ഇന്നലെ അവിടെ പോയതാ? ഞാനും അമ്മ സിനിമയ്ക്ക് പോയി. ഓ, എപ്പോ നോക്കിയാലും ഒരു സിനിമ. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാമെന്ന്. അമ്മ വിളിച്ചോണ്ട് പോയതാ. അമ്മയോട് പോയി ചാകാൻ പറയും. അമ്മ എന്താടി ഇവിടെ വന്ന് നിക്കണേ? കേട്ടില്ലേ? ആഹാ, ഇതാണോ കാര്യം? അതെങ്ങനെയാ? വേലയും പണിയില്ലാത്ത കുറെ അലവലാദികളുണ്ട് വായി നോക്കാൻ. ഇവനെയൊക്കെ പല്ലടിച്ച് കൊഴിക്കണം.
വെറും വയസ്സിൽ പഞ്ചാര അടിക്കാൻ ഇറങ്ങിയാണ്. എന്താണ് മതലിന്റെ അടുത്ത് പരിങ്ങുന്നത്? ഞാനവന് പരിങ്ങുന്നൊന്നുമല്ല, പല്ല് തേക്കാൻ ഇത്തിരി ഉമിക്കരി ചോദിച്ചതാണ്. അതിന് ഇവിടെ പേസ്റ്റ് എടുത്തില്ലേ? പല്ല് വെളുക്കാൻ ഏറ്റവും നല്ലത് ഉമിക്കരിയാണ്. ആ നീ ഇനി അധികകാലം തേച്ച് വെളുപ്പിക്കേണ്ടി വരൂല. അതിനു മുമ്പ് അവരെ അടിച്ചു കൊഴിക്കും. അതിന് അവൾക്ക് അച്ഛനും ആങ്ങളാരും ആരും ഇല്ലടാ. വേണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു അമ്മ പോരെ. ദേ, നീ ആള് മാറി എന്നെ തല്ലു വിളിക്കരുത്. ഞാൻ ശ്രമിക്കാം. അതോ ഒരു കാര്യം മറന്നു കിടക്കായിരുന്നു. എന്താണ് ഇവിടെ നിന്ന് മോങ്ങുന്നേ? നിക്കടേ അവിടെ. എങ്ങോട്ടാ? ഞാനിവിടെ നിക്കണണ്ടില്ലേ? പെമ്പിള്ളേരായ കുറച്ച് അടക്കം ഒതുക്കമൊക്കെ വേണം. ഇന്ന് കോളേജിലൊന്നും പോയില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെമ്പിള്ളേര് കോളേജിലേക്കൊന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് കണ്ടടത്തൊക്കെ കറങ്ങി നടക്കല്ലേ. ഞാൻ കറങ്ങി നടക്കാൻ ഒന്നും പോകാറില്ല. ചേച്ചിയെ കാണാൻ വന്നതാ. ചേച്ചിയാ? ഏത് വകയില നിന്റെ ചേച്ചിയാവണത്? അനിതയുടെ അച്ഛന്റെ അമ്മാവന്റെ മകളല്ലേ നീ? അപ്പൊ അനിത നിനക്ക് അമ്മായിയാ? അമ്മായിന്നൊന്നും വിളിക്കാൻ എനിക്ക് വയ്യ. എന്നാ നാത്തൂരിനെ വിളിച്ചോ. ഈ വല്യമ്മച്ചോട് വർത്താനം പറഞ്ഞ് ജയിക്കാൻ വലിയ പാടാ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ഒന്നും കഴിക്കാതെയാ പോകുന്നത്. ആ വരവിന്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് കൊള്ളാം. ചേച്ചി എവിടെ? മോളിലുണ്ട്. ചെല്ല് ചെല്ല്. ചേച്ചി